സെപ്റ്റംബർ 15 ശുക്രൻ്റെ രാശിമാറ്റം. ശുക്രൻ്റെ രാശിമാറ്റം കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത് കൊണ്ട് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങൾ ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശുക്രഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്നത് ലൗകിക ജീവിതത്തിൽ മനുഷ്യന് വേണ്ടുന്ന നല്ല ഗുണങ്ങളൊക്കെ തരുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ശുക്രൻ ഏതൊക്കെ രാശിയിലൊക്കെ മാറുന്നോ ആ രാശിയിൽപ്പെട്ടവർക്കും അതിനോടനുബന്ധിച്ചുള്ള രാശിയിലുള്ളവർക്കും വളരെ ഗുണഫലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ശുക്രനെ സംബന്ധിച്ച് മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഒരു മനുഷ്യ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഗുണഫലങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ്. ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. പൊതുഫലപ്രകാരം ശുക്രൻ്റെ രാശിമാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയോ ഗുണങ്ങൾ നൽകുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. ശുഭകാരകനായ ഗ്രഹങ്ങൾ നമ്മുടെ രാശിക്ക് അനുകൂലമായി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഗ്രഹനില പ്രകാരം ജാതകപ്രകാരമുള്ള ദോഷഫലങ്ങൾക്ക് അതീതമായിരിക്കും. ജാതകത്തിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതാണ്. ഏതൊക്കെ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾക്കാണ് ഗുണഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ രാശി മേടൻ രാശി. മേടൻ രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടമാണ് പ്രധാനമായി കാണുന്നത്. അപ്രതീക്ഷിതമായ ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ധനനേട്ടമുണ്ടാവുകയും സാമ്പത്തിക സ്ഥിതി ഏറെ മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. ശുക്രഗ്രഹം നിങ്ങൾക്ക് ധനകാരകനായിട്ടുള്ള ഗ്രഹമാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്നൊരു സാഹചര്യമുണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്. വിവാഹ തടസ്സമുണ്ടായിരുന്ന വ്യക്തികൾക്ക് തടസ്സമൊക്കെ മാറി വിവാഹത്തിലേക്ക് നയിക്കുന്ന സമയം കൂടിയാണ്. മേടൻ രാശിക്കാർക്ക് വിവാഹങ്ങൾ നടക്കാതിരുന്നെങ്കിൽ അതൊക്കെ ഈ സമയത്ത് നടക്കാൻ സാഹചര്യമുണ്ടാകും. പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സമയം കൂടിയാണ്. മേടൻ രാശിക്കാർക്ക് സന്താനങ്ങളിൽ നിന്ന് വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം മേടൻ രാശിയിൽപ്പെട്ടവർക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഇടവൻ രാശി, കാർത്തിക, രോഹിണി, മകരം നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രമാറ്റം ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഇവർക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റികളെല്ലാം പുറന്തള്ളപ്പെടുന്നു. മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ തുടങ്ങി നമ്മുടെ ഒരു കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും ഈ രാശിമാറ്റം കൊണ്ട് തരണം ചെയ്യാൻ കഴിയുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ വളരെ മാറ്റമുണ്ടാകും. രോഗങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ശമിക്കുന്ന അവസ്ഥയും എത്തും. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ശത്രുദോഷങ്ങളും മാറുന്ന സമയമാണ്. ശത്രുദോഷം കൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇനി തുടങ്ങുന്ന കാലയളവിൽ ഒക്കെ മാറി എല്ലാം നേരായ വഴിയിലെത്തുന്നതാണ്. അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാകും. ഇവരെ സംബന്ധിച്ച് മാതൃഗുണം കൂടുതലുള്ള സമയമാണ് ഈ ശുക്രമാറ്റം മുതൽ. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് മാതൃഗുണം കൂടുതലായിരിക്കും. പുതിയ ഭൂമിയോ വീടോ വാഹനമോ ഒക്കെ വാങ്ങുന്നതിന് വളരെ അനുകൂല സമയമാണ്. ശുക്രരാശിമാറ്റം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ എന്നിവയാണ് നൽകുന്നത്. അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ പിറന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ രാശിമാറ്റം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണെന്ന് നോക്കാം. അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിലുള്ള മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് അത്യുത്തമമായ സമയമാണ്. ഈ ശുക്രമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല പല നേട്ടങ്ങളും ലഭിക്കുന്നു. ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കും. ഇവരെ സംബന്ധിച്ച് മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
ജീവിതത്തിൽ ഒരു അടിത്തറ ഉണ്ടാകുന്ന സമയമാണ്. ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും. ഉത്തമമായ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയമാണ്. പ്രത്യേകം പറയേണ്ടുന്ന കാര്യം, കർമ്മസംബന്ധമായി വളരെ നല്ല ഫലങ്ങളാണ് ശുക്രൻ ഇപ്പോൾ ഇവർക്ക് നൽകുന്നത്. ജോലി സംബന്ധമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങൾ, വിഷമതകളൊക്കെ വിട്ടുമാറി പുതിയ സ്ഥാപനങ്ങളിൽ ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും അതിന് പറ്റിയ സമയമാണ്. സ്വന്തമായി തൊഴിലും ബിസിനസ്സും ഒക്കെ ചെയ്തിരുന്ന വ്യക്തികൾക്ക് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി തൊഴിൽപരമായും ബിസിനസ് പരമായും വൻ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിലായാലും ബിസിനസ്സിലായാലും പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ്. വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ദേശം വിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ചിങ്ങൻ രാശിക്കാർക്കും വളരെ നല്ല ഗുണഫലങ്ങളാണ് അനുഭവത്തിലുണ്ടാവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെ ലളിതമായ രീതിയിൽ അതൊക്കെ സാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലമായിട്ടുള്ള പല മംഗള അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയൊക്കെ വിട്ടുമാറി ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഈ ശുക്രമാറ്റത്തോടുകൂടി നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. ഇതുവരെ ധനപരമായ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇവർക്ക് ലഭിച്ചു കൊണ്ടിരുന്ന ധനം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരുന്നു. അതൊക്കെ മാറി ധനനേട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇനിയുള്ള കാലയളവിൽ ലഭിക്കുന്ന ധനം സമ്പാദിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ട്. അനാവശ്യമായ പാഴ്ചെലവുകൾ ഒഴിവാക്കുക. ശുക്രൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും. ഈ രാശിമാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പല മേഖലകളിലും ശുക്രൻ്റെ ആധിപത്യം ഉണ്ടാകും. അതുവഴി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി നടക്കുകയും അതിൽ നിന്നും ധനലാഭം ഉണ്ടാവുകയും, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. സ്വന്തമായി ഭൂമി, വാഹനം, ഗൃഹം എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് ശുഭസമയമാണ്. ആരോഗ്യപരമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശമനമുണ്ടാകും. ആശുപത്രിവാസം വരെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ മാറി സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നന്മയുണ്ടാകുന്നു. ചിലപ്പോൾ അവർ കാരണമാണ് ജീവിതത്തിലെ പുതിയ തുടക്കങ്ങൾ. വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന പോലെ നല്ല ജോലിയോ വിദേശ ജോലിയോ ഒക്കെ ലഭിക്കുന്നതിന് ഇപ്പോൾ അനുകൂല സമയമാണ്. സാമ്പത്തികപരമായ പ്രയാസങ്ങളും വിഷമതകളും മാറി വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിയിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഈ ശുക്രമാറ്റം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ നൽകുന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും ആ ഭാഗ്യം വന്നു ചേരുന്നത്. ഇത്രയും കാലം ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ജീവിതത്തിലെ ദുരിതങ്ങളും തടസ്സങ്ങളും ഒക്കെ വിട്ടുമാറുന്ന സമയമാണ്. പുതിയൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ധനുരാശിക്കാർക്ക് ആഗ്രഹത്തിനൊത്തൊരു ജോലി ലഭിക്കുന്ന അനുകൂല സമയമാണ്. കർമ്മമേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ച് വിദേശ ജോലി, വിദേശവാസം എന്നിവയൊക്കെ അനുഭവത്തിൽ വരിക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ലഭിക്കുക. വിദേശത്ത് വിദ്യാഭ്യാസം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു
വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഭിക്കുന്നു. വിദേശത്തൊക്കെ ജോലി നോക്കുന്ന ധനുരാശിക്കാർക്ക് വളരെ നല്ല ഗുണകരമായ സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ഏത് തരത്തിൽ നോക്കിയാലും ഭാഗ്യാനുഭവങ്ങൾ കൂടെ ഉണ്ടാകുന്ന സമയമാണ്. ഈ രാശിക്കാർക്ക് വിവാഹ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സം, കാലതാമസം ഒക്കെ വിട്ടുമാറി നല്ല ആലോചനകൾ വരികയും നല്ല വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ്. അതിനുള്ള ഭാഗ്യം ഇവർക്കുണ്ട്. പിതാവിൽ നിന്നോ പിതൃസ്ഥാനത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാരിൽ നിന്നോ ഗുണഫലങ്ങൾ അപ്രതീക്ഷിതമായി ലഭിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രമാറ്റം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല അവസരങ്ങൾ തുറന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല നിലയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു. മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ ഒക്കെ മാറി നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. അടുത്ത രാശി കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ പിറന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രമാറ്റം വളരെയേറെ ഗുണങ്ങൾ നൽകുന്നു. ഈ ഒരു ശുക്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വരും. ശനിയുടെ അവസാന കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന രാശിക്കാരാണ് കുംഭൻ രാശിക്കാർ. നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അവയൊക്കെ മാറി ഈ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. ഇവർക്ക് ഒട്ടേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ആരോഗ്യപരമായും മറ്റു പല പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൽ ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവർക്കുണ്ടായിരുന്നു. ശനിദോഷം കൊണ്ട് വളരെ പൊറുതിമുട്ടി ജീവിക്കുകയായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ രാശിമാറ്റം വളരെയേറെ ഗുണങ്ങൾ തരുന്നു. മറ്റു പല പ്രയാസങ്ങളും ഈ ചെറിയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ചു. അവയ്ക്കെല്ലാം പരിഹാരമാണ് ഈ തുടങ്ങുന്ന ചിങ്ങൻ രാശിയിലേക്കുള്ള ശുക്രൻ്റെ മാറ്റം. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സർവ്വവിധ ദുഃഖവും ദുരിതവും സാമ്പത്തികപരമായും ആരോഗ്യപരമായും കുടുംബപരമായും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും ഈ രാശിമാറ്റത്തിലൂടെ പൂർണ്ണ തോതിൽ മാറ്റം വരികയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ധനനേട്ടവും രോഗശമനവും മനസ്സന്തോഷവും സമാധാനവും സംതൃപ്തിയും കുടുംബജീവിതത്തിൽ നിലനിൽക്കും. നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തികപരമായി വളരെ കടബാധ്യതകളുള്ള വ്യക്തികൾക്ക് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുണ്ടാക്കും. ഇനിയുള്ള കാലം സമ്പത്ത് വന്നു ചേരുന്നതാണ്. സർവൈശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമായ സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നും നേട്ടമുണ്ടാകും. പ്രധാനമായും ഈ രാശിക്കാർക്ക് കർമ്മ മേഖലയിലാണ് ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. പ്രധാനമായും ധനപരമായ നേട്ടമാണ് ഇവർക്ക് ഈ രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇവർ നല്ല നിലയിലെത്തും. ഈ രാശിയിൽപ്പെട്ടവർക്ക് ഉണ്ടായിരുന്ന വിവാഹ തടസ്സമൊക്കെ മാറി നല്ല വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. വിവാഹശേഷം നല്ല കുടുംബജീവിതം നയിക്കുവാനും ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. മേൽപ്പറഞ്ഞ എല്ലാ രാശിക്കാർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ.